3 പതിറ്റാണ്ടായി ചലച്ചിത്ര മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നടനും മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രമേശ് എസ് മകീരം. 40കളിലെ പ്രണയം എന്ന ആദ്യ ചലച്ചിത്രത്തിന് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 21 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ചെറുപ്പം മുതലേ കവിതാരചനയും കഥാരചനയും ശീലമാക്കിയ രമേശ് തന്റെ 15ാം വയസ്സിലാണ് ചലച്ചിത്ര മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. വളരെ കാലം കൊണ്ട്, അതായത് വിദ്യാഭ്യാസം ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ കലാരംഗത്തോട്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യവും വഴക്ക് പറയും, അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിക്കുകയാണ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പക്ഷെ അവന് അത് കൂട്ടത്തിൽ എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. ഇത്തിരി വഴക്ക് പറഞ്ഞു എങ്കിലും പഠിത്തവും ഇതും എല്ലാം ആയിട്ട് കൊണ്ടു നടന്ന് എന്തായാലും ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയതിന് വളരെ സന്തോഷമുണ്ട്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ച് അഭിനന്ദനം കൊടുത്തു. പഠിക്കാൻ പോയ കാലം മുതലേ പുസ്തകങ്ങൾ എഴുതുകയും കവിത കഥ എല്ലാം എഴുതുകയും പിന്നെ കുറെ സീരിയലുകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് കുറച്ചേറെ ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ എന്തോത്തിന് പോയാലും ഈ ഒരു വാസന ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വേറുള്ള ജോലിക്ക് പോകാൻ നമ്മൾ നിർബന്ധിച്ചാലും പോകത്തില്ല എന്ന് നമ്മളോട് പറഞ്ഞു. എന്റെ വഴിക്ക് വിട്ടേക്കണം, എനിക്ക് വേറുള്ള ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. നമ്മൾ അതിന് സമ്മതിച്ചു. മുന്നോട്ട് അങ്ങനെ തന്നെയാ പൊക്കോണ്ടിരിക്കുന്നത്. കോളേജ് പഠനകാലത്ത് രചിച്ച ഗൗരി എന്ന കഥ പ്രമുഖ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ചു വന്നതോടെയാണ് രമേശിലെ എഴുത്തുകാരനെ തിരിച്ചറിയുന്നത്. പിന്നീട് സ്കൂൾ കലോത്സവ വേദികൾക്കായി നിരവധി നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. യുവജനോത്സവങ്ങളിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങളാണ് കലാരംഗത്തുറച്ചു നിൽക്കാൻ രമേശിന് പ്രചോദനമായത്. ഈ സിനിമകളിലേക്ക് എത്തപ്പെടാതെ നിൽക്കുന്ന മികച്ച തിരക്കഥാകൃത്തുക്കൾ, മികച്ച കഥകളുമായിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു മീറ്റിംഗ് കൊടുക്കുകയോ ഒരു ആർട്ടിസ്റ്റ് ഒരു കഥ കേൾക്കാൻ ഒരു 10 മിനിറ്റ് സാവകാശം കൊടുക്കുകയോ പോലും ചെയ്യാതെ അവർക്ക് പറയാനൊരു അഡ്രസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം മികച്ച കഥാകൃത്തുക്കൾ നമുക്കിടയിൽ മറഞ്ഞു നിൽപ്പുണ്ട്. അപ്പം പലരും സിനിമകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇത് എത്ര നല്ലൊരു കഥയാണ്, അപ്പൊ സിനിമയിലേക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ, തിരക്കഥയാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ തിരക്കഥയുമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിലേക്കോ പ്രൊഡ്യൂസറിലേക്കോ എത്താൻ ഞങ്ങൾക്ക് അറിയില്ല, ഇറങ്ങി തിരിച്ചാൽ തന്നെ നമ്മളെ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. സെയിം ടൈമില് ഇൻഡസ്ട്രി പറയുന്നുണ്ട്, നല്ല തിരക്കഥകളുമായിട്ട് വാ, നമുക്ക് സിനിമയാക്കാവുന്നു. പക്ഷെ അത് വാക്ക് മാത്രമേ ഉള്ളൂ. ഈവൻ ഞാൻ തന്നെ എൻ്റെ എത്രയോ കഥകളുമായിട്ട് ഞാൻ എത്രയോ ഈ ആർട്ടിസ്റ്റുകൾക്കിടയിലേക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയ്ക്കലും ഞാൻ കയറി ഇറങ്ങിയ ഒരു മനുഷ്യനാണെന്നറിയാമോ. നമ്മളൊന്ന് കേൾക്കാൻ ഇവരാരും തയ്യാറല്ല. ഇവരൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഒരാൾക്ക് ഒരു അവസരം കൊടുത്താൽ മാത്രമേ അയാൾ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് മറ്റൊരാൾ അവസരം വെച്ച് നീട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു സിനിമയുമായിട്ട് ഇറങ്ങുകയും സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ സിനിമയിലേക്ക് അവസരം കൊടുക്കുകയും ഈ സിനിമ സാക്ഷാത്കരിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. 8ഓളം സിനിമകളിലും 18ഓളം സീരിയലുകളിലും വേഷമിട്ട രമേശ് ആ അനുഭവ സമ്പത്ത് മുൻനിർത്തിയാണ് തിരക്കഥയിലേക്കും സംവിധാനത്തിലേക്കും തിരിഞ്ഞത്. അഭിനയ രംഗത്ത് നിന്ന് പഠിച്ച പാഠങ്ങളാണ് തന്റെ ആദ്യ ചലച്ചിത്രമായ 40ലെ പ്രണയം മനോഹരമായി പൂർത്തിയാക്കാൻ സഹായിച്ചതെന്ന് രമേശ് പറയുന്നു. ഈ മാസം 9ാം തീയതിയിലാണ് സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.